കുടിവെള്ളം മുടങ്ങിയിട്ട് 5 ദിവസം. കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാതെ പ്രദേശവാസികൾ. കളമശ്ശേരി നഗരസഭയിലെ HA-MITI കോളനി യൂണിവേഴ്സൽ ക്ലബിനും കൊരക്കംപള്ളി അമ്പലത്തിന് സമീപത്തുള്ള നിരവധി വീടുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 ദിവസം പിന്നിടുന്നു. കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാതെ പ്രദേശവാസികൾ വലയുകയാണ്. വെള്ളമില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടു. കൊച്ചു കുട്ടികളുള്ള വീടുകളാണ്, കിടപ്പ് രോഗികളുണ്ട്. ആ രോഗികളെയൊക്കെ കുളിപ്പിക്കണമെങ്കിലും ഞങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണം പാകം ചെയ്യാനും ഒന്നും വെള്ളമില്ല. ഞങ്ങൾ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ എത്ര ദിവസം ഈ വെള്ളം അടിച്ച് ഞങ്ങൾ ജീവിക്കും? ഞങ്ങൾ വാട്ടർ അതോറിറ്റി പോയി കംപ്ലൈൻറ്റ് കൊടുത്തു, ആർക്കും ഒരു ഇതില്ല, അവരൊന്നും വരുന്നില്ല. ഇപ്പം ഇന്ന് വന്ന് 2 പേര് നോക്കി എവിടെയൊക്കെയോ വെട്ടിക്കുഴിച്ച് മാന്തി ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി അത് എപ്പോഴേക്ക് ശരിയാവുമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം ഞങ്ങൾക്ക് തന്നേ പറ്റൂ. എങ്ങനെയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞങ്ങളിവിടെ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് വീശിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ചൂട് മാറ്റാം. വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും? വെള്ളത്തിന് പകരം വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 പ്രാവശ്യം ഞാൻ ഇവിടെ അതോറിറ്റിയിൽ പോയി, എയിനെ കണ്ടു, ഓവർസിയറിനെ കണ്ടു, എല്ലാവരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ആർക്കും പരാതി വന്നിട്ടില്ല, ഇവിടെ ആർക്കും പരാതി വന്നിട്ടില്ലാന്ന്. ഈ 5 ദിവസമായിട്ട് ഇവിടെ വരാത്ത വെള്ളത്തിന് ആർക്കും പരാതി വന്നിട്ടില്ല എന്ന് പറയും. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ വീട്ടുകാരും പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത്, അവരുടെ മറുപടി എന്ന് പറഞ്ഞാൽ അവർക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുന്നത്. അവർ പറയുന്നത് നമ്മൾ വിളിച്ചാൽ അവരാരും ഫോൺ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചാലും അവർ ഫോൺ എടുക്കുകയില്ല, കട്ടാക്കി വിടും. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ അവർക്ക് ആരും പരാതി ചെല്ലുന്നില്ലെന്നല്ലേ അവർ പറയുള്ളൂ. ഞങ്ങൾ വെള്ളം ഇല്ലാത്തവരല്ലേ പരാതി പറയുന്നത്, വേറെ ആരും പുറത്തുനിന്ന് പരാതി. ഒരു അനാവശ്യ കാര്യമായിട്ട് നമ്മൾ പരാതി പറയുന്നതല്ല. നമ്മുടെ ഉപജീവന മാർഗമായ കുടിവെള്ളമാണ് നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിഷേധിച്ചപ്പോൾ നമ്മൾ ചെന്ന് പരാതി പറയാൻ ചെന്നപ്പോൾ നമ്മൾ കുറ്റക്കാരനാണെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നത്, ഞാൻ ഇന്നലെയും പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഓവർസിയറാണ് ഇന്ന് വന്ന് 2 സ്ഥലത്ത് അവർ വെട്ടിക്കുഴിച്ചു. ആദ്യം ഒരു സ്ഥലത്ത് കുഴിച്ചു, അവിടെ വെള്ളത്തിന് ലീക്കില്ല. രണ്ടാമതും കുഴിച്ചു. ആ കുഴിച്ചതിൻ്റെ തൊട്ട് പുറകിൽ മുതൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ബ്ലോക്കാണോ, ചെളി കയറിയതാണോ, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവർക്കൊരു മാർഗ്ഗമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മുടെ സർക്കാരിന് എന്തിനാണ്? പിന്നെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 2018 പ്രളയം വന്നപ്പോൾ ഇവിടുത്തെ ഈ ഏരിയ മൊത്തം മുങ്ങിപ്പോയതാണ്. എൻ്റെയൊക്കെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരെ ഫുള്ള് മുങ്ങിപ്പോയിട്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം പാടമായത് കാരണം ഞാനൊരു 5 പ്രാവശ്യം ഞാൻ വെള്ളം തേകിയാണ്. 5 പ്രാവശ്യം ഞാൻ കിണർ തേകി. 5 പ്രാവശ്യം തേകിയിട്ടും എനിക്കിപ്പോഴും വീണ്ടും ചെളിവെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാട്ടർ അതോറിറ്റിയിൽ ഞാൻ ആശ്രയിക്കുന്നത്. ഇവിടെ ഈ മഞ്ഞപ്പിത്തൊക്കെ ഈ ഇടയ്ക്ക് വന്നായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഈ ഏരിയയിൽ മൊത്തം മഞ്ഞപ്പിത്തമായിരുന്നു. ഇവിടെ മഞ്ഞപ്പിത്തം വരാത്ത വീടുകളില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടല്ലേ നമുക്ക് ഈ മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ വരുന്നത്. കളമശ്ശേരി ഏരിയയിലും മൊത്തത്തിൽ വന്നത് ഏറ്റവും കൂടുതൽ HMD കോളനിയിലാണ് മഞ്ഞപ്പിത്തം വായിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ നമ്മൾ അവരോട് കാരുണ്യോ ദയോ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ അവകാശമാണ് ജലം, ആ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. 500 രൂപ വീതം വെച്ച് ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ എത്ര ദിവസം ഇങ്ങനെ വെള്ളം അടിച്ച് ഞങ്ങൾ ജീവിക്കും? കുടിവെള്ളം ഞങ്ങൾ എല്ലാ ദിവസവും 500 രൂപ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തികം ഇല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ദിനചര്യകൾ നടത്താനുള്ള വെള്ളം ഇല്ല ഞങ്ങൾക്ക്. കിടപ്പ് രോഗികള്, അതുങ്ങളെ കുളിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നടത്തണം. ഇതിനൊന്നിനും വെള്ളമില്ലാതെ ഞങ്ങൾ കഷ്ടം. കൗൺസിലർ ഇപ്പോഴത്തേക്കും വിളിച്ചാൽ ഫോൺ കൊടുക്കത്തില്ല. അവർ യാതൊരു പ്രതിരോധക്കാര്യത്തിൽ അവർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളം കിട്ടണം. ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ പോണ കേസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ എല്ലാ പെണ്ണുങ്ങളെ കൂടെ കൂട്ടി ഒരു വണ്ടി വിളിക്കും. ബക്കറ്റും മഗ്ഗും ഒക്കെ ആയിട്ട് നേരെ വാട്ടർ അതോറിറ്റി പോകും. എന്നിട്ട് ഞങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം തരാൻ പറയും. ഞങ്ങൾ കുളിയും നനയില്ലാണ്ട് എത്ര ദിവസം നടക്കും ചേട്ടാ? അത് എല്ലാ വീടുകളിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. കണ്ടില്ല ഈ മാതിരി കുഞ്ഞുങ്ങള്, അവർക്കൊക്കെ ഒത്തിരി വെള്ളം ആവശ്യം. ഇത് ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. കിട്ടിയില്ല ഞങ്ങൾ അതിന്റെ വേറെ എന്താന്ന് വെച്ചാൽ ഞങ്ങള് നടപടികൾ എടുക്കും. 6 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കാനില്ല. കുടിക്കാനുമില്ല ഒന്നിനും വെള്ളമില്ല. ഞങ്ങൾ ഇവിടുന്ന് കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നെ ഇവിടുന്ന്.
6 ദിവസമായിട്ട് ആരും ചോദിക്കാറില്ല, ഒരു ഇതുമില്ല. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് അവർ നോക്കാമെന്ന് പറഞ്ഞല്ലാതെ ഇതുമായിട്ട് ആർക്കുന്നില്ല ഇവിടെ നോക്കാനായിട്ട്. ഞങ്ങള് 5 ദിവസമായിട്ട് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല പ്രാവശ്യം വാട്ടർ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധയിലും എത്തണമെന്ന്. കുറച്ചു ദിവസങ്ങളായി കുടിവെള്ളത്തിന് പകരം വരുന്ന കാറ്റിനാണ് പണം അടയ്ക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രാഥമിക കൃത്യങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.